മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് അഞ്ചാമൻ തിരുമേനിയുടെ ഓർമ്മയ്ക്ക് എത്തിയിട്ടുള്ള വിശ്വാസികളെ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥം മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ കാലഘട്ടമായിരുന്നു എല്ലാ തലങ്ങളിലും. എന്നാൽ സവിശേഷമായി നമ്മളിന്ന് സ്ഥാപക സ്മൃതി സംഗമം ഇവിടെ നടത്തുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്നതും നമ്മളിന്ന് അനുസ്മരിക്കുന്നതും പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവന്നാസ്യോസ് അഞ്ചാമൻ തിരുമേനിയാണ്. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. 6 വർഷം കൊണ്ട് 60 സ്കൂളുകൾ, മലയാളം സ്കൂളുകൾ ആരംഭിച്ച ഒരു വലിയ യുഗപ്രഭാവനെയാണ് നമ്മളിന്ന് സ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ 250 സ്കൂളുകൾ സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുലിക്കോട് ജോസഫ് മാർ ദിവന്നാസ്യോസ് അഞ്ചാമൻ തിരുമേനിയുടെ പ്രഭാവം 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. എങ്ങനെ നമുക്ക് പ്രത്യേകിച്ചും കാതോലിക്ക MD സ്കൂൾസ് മാനേജ്മെൻറ്റിന്, മലങ്കര സഭയ്ക്ക് ഈ വിദ്യാഭ്യാസ മേഖലയിലെ ഈ മലങ്കര സഭയുടെ തേജസ്സായിരിക്കുന്ന പുലിക്കോട്ടിൽ ജോസഫ് ദിവന്നാസ്യോസ് അഞ്ചാമൻ തിരുമേനിയെ സ്മരിക്കാതിരിക്കാനാവും എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു. കേരളക്കരയുടെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ എത്രയോ തവണ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സാംസ്കാരിക നേതാവായിരുന്നു. വിദ്യാഭ്യാസ വിചക്ഷണൻ, സാംസ്കാരിക നേതാവായിരുന്നു ആ കാലത്തെ. മറന്നുപോകരുത്, കേരള പതാക എന്ന പത്രം ആരംഭിച്ചത് അദ്ദേഹമാണ്. മലങ്കര സഭയ്ക്ക് വേണ്ടി ഇടവക പത്രികയ്ക്ക് തുടക്കം കുറിച്ചതും ദിവന്നാസ്യോസ് അഞ്ചാമൻ തിരുമേനിയാണ്. കൾച്ചർ എന്ന വാക്കിന് ഒരു നിർവചനം വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് റിലിജൻ ആൻഡ് കൾച്ചർ എന്ന ഒരു സംഗമത്തിൽ, ഇവിടെ വെച്ച് നടന്ന സംഗമത്തിൽ നൽകിയത് കണ്ണു തുറപ്പിക്കുന്നതാണ്. റിലിജിയൻ ഈസ് ദി മെട്രിക്സ് ഓഫ് കൾച്ചർ എന്നാണ് അദ്ദേഹം കൾച്ചറിന് നിർവചനം നൽകിയത്. മതത്തെയും സംസ്കാരത്തെയും കൂട്ടിയിണക്കി ഇങ്ങനൊരു നിർവചനം ആദ്യമായാണ് ഞാൻ കേട്ടത്. ശരിയാണ്, വിശകലനം ചെയ്യുമ്പോൾ എങ്കിലും അദ്ദേഹമാണ് അത് പറഞ്ഞത്. ഞാൻ കേൾക്കുമ്പോൾ റിലിജിയൻ ഈസ് ദ മെട്രിക്സ് ഓഫ് കൾച്ചർ. കൾച്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഓർ ഒറിജിനേറ്റഡ് ഫ്രം കൾട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. കൊച്ചു ആരാധനാ സമൂഹങ്ങളിലൂടെ സംസ്കാരം ഉണർന്നു വരികയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ജോസഫ് മാർ ദിവന്നാസ്യോസ് അഞ്ചാമനെ ഓർക്കുമ്പോൾ വളരെ ശരിയാണെന്ന് തോന്നിപ്പോകുന്നു. അദ്ദേഹം പുരോഹിതനായിരിക്കുന്ന സന്ദർഭത്തിൽ റബ്ബാനായി ഉയർത്തപ്പെട്ടതിന് ശേഷം മെത്രാപ്പോലീത്തയായി അവരോധിക്കപ്പെട്ട അതിനുശേഷമുള്ള കാലഘട്ടം 1908 വരെ ഒരു പരിത്യാഗിയും കൂടെയായിരുന്നു. 99-ലാണ് കാലം ചെയ്തത്. 1 വർഷം മുമ്പ് അദ്ദേഹം മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനം വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യോസ് തിരുമേനി ഏൽപ്പിച്ച ശേഷം ഇവിടെ നിന്ന് ചെറിയ പള്ളിയിലേക്ക് പോയി അവിടെയാണ് കാലം ചെയ്തത്. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ കബറടക്കം ചെയ്യുകയായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മതത്തിൻ്റെ ഭാഗമായാണ് ഞാൻ നിർവചിക്കുന്നത്. പരിത്യാഗിയായിരുന്ന പുരോഹിതനായിരുന്നു, പുരോഹിത ശ്രേഷ്ഠനായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഈ പത്രം ജനങ്ങൾക്ക് ആവശ്യമാണ്, സഭയ്ക്ക് മാസികകൾ ആവശ്യമാണ്, എഴുത്ത് രൂപത്തിലുള്ള വിദ്യാഭ്യാസം, അതുപോലെ തന്നെ എല്ലായിടത്തും
സ്കൂളുകൾ ആവശ്യമാണ് എന്നുള്ള ഒരു വലിയ ദീർഘദർശനം. ഇത് മറ്റേത് മെത്രാപ്പോലീത്താന്മാരിലാണ് ഇത്രയധികമായി പ്രോജ്വലിച്ച് കണ്ടത് എന്ന് ഞാൻ പല സന്ദർഭങ്ങളിലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അന്നത്തെ വാഹന സൗകര്യങ്ങളെല്ലാം നോക്കുമ്പോൾ പരുമല സെമിനാരി 1874 അദ്ദേഹം സ്ഥാപിച്ചു. അത് വേറൊരു തലമായിരുന്നു. ഇവിടെ നിന്നാണ് അദ്ദേഹം MD-യിലേക്ക് ചെന്ന് അവിടെ 1892-93 അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രധാനമാണെന്ന് കണ്ട് അതിന് തുടക്കം കുറിച്ചത്. അതിന് അടുത്ത് അടിവരയിട്ടുകൊണ്ട് 1895 യെരുശലേം മുതലായ പുണ്യഭൂമികൾ കണ്ടതിന് ശേഷം മടങ്ങി വന്ന പരുമല തിരുമേനി 2 കാര്യങ്ങൾ ഊന്നി പറഞ്ഞു. 1, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം. 2, അധികൃതരായിരിക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവരെയും കൂടെ നമ്മോട് ചേർത്ത് നിർത്തണം. വിദ്യാഭ്യാസം അവർക്കും കൂടെ അവകാശപ്പെട്ടതാണെന്നുള്ള മാനവീയത അത് ഈ കൂട്ടുകെട്ടിൽ നിന്ന് സമുദ്ഭവിച്ചതാണെന്ന് ഞാൻ പറയും. മലങ്കര മെത്രാപ്പോലീത്തയായിരുന്ന ജോസഫ് മാർ ദിവന്യാസുസ് അഞ്ചാമനും പരുമല തിരുമേനിയും പരുമല മാർ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയും ഒന്നിച്ചുള്ള പ്രവർത്തന ഫലമായി അങ്ങനെയാണ് 1901 തന്നെ പരുമല തിരുമേനി തന്നെ ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ കാലശേഷം 93 ആരംഭിച്ച തിരുവല്ല MGM, തുമ്പമൺ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ആരംഭിച്ച പിന്നീട് MG UP സ്കൂൾ എന്നറിയപ്പെടുന്ന തുമ്പമണിലെ UP സ്കൂൾ, ഇതെല്ലാം നമ്മൾ ഓർത്തു പോവുകയാണ്. അതെല്ലാം പരുമല തിരുമേനിയുടെ ഈ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദിവന്യാസോസ് അഞ്ചാമിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ നോക്കുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിലാണ് 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർത്ഥം. നവോത്ഥാനത്തിൻ്റെ നായകരിൽ ആദ്യം പേര് പറയപ്പെടേണ്ടത് തീർച്ചയായും ഞാൻ പറയും, എത്രയോ കേരള നവോത്ഥാനത്തെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ഒരു 4-5 വർഷമായി ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുന്നു. എന്നാൽ വേണ്ടവണ്ണം അടിവരയിട്ട് പറയുവാൻ നമുക്ക് ആയിട്ടില്ല എന്നുള്ളത് എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന മേഖലയിൽ, സാംസ്കാരിക ചരിത്രത്തിൽ, വിദ്യാഭ്യാസ ചരിത്രത്തിൽ യുഗപ്രഭാവനായ മലങ്കരയുടെ സൂര്യതേജസ് ജോസഫ് മാർ ദിവന്യാസ് അഞ്ചാമനെ പോലെ തുലനം ചെയ്യുവാൻ വേറൊരു പുരുഷൻ ഒരു വിഭാഗത്തിലും ഉണ്ടായിട്ടില്ല. ആ കാലഘട്ടത്ത് 250 സ്കൂളുകൾ, ആദ്യ കാലഘട്ടത്തിൽ മലയാളം സ്കൂളുകൾ, പിന്നീട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്കുള്ള മാറ്റം, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ അനുസ്മരിക്കപ്പെടുവാനുണ്ട്. അദ്ദേഹം മലങ്കര സഭയുടെ ആധ്യാത്മിക നേതാവായിരുന്നു, ആചാര്യനായിരുന്നു, തലപ്പത്തായിരുന്നു. അതേസമയം തന്നെ അദ്ദേഹം കേരള സംസ്കാരത്തെ പരുവപ്പെടുത്തിയെടുക്കുന്നതിൽ മുഖ്യമായ ഒരു പങ്ക് സംഭാവന ചെയ്ത ഒരു വലിയ ചരിത്രപുരുഷനും കൂടെയായിരുന്നു എന്ന് നമ്മൾ ഓർത്തു പോകുന്നു. അദ്ദേഹത്തിൻ്റെ കബറടമുള്ള ഈ പുണ്യഭൂമിയിലാണ് നാം സംഗമിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കാൽപാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തോട് മധ്യസ്ഥത ചോദിക്കേണ്ടതുണ്ട്. കാതോലിക്കറ്റിൻ്റെ MD സ്കൂൾസിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ തുടങ്ങിയേ ആരംഭിക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യവും കൂടെ പറയും, യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം ഈ വിപ്ലവം ആരംഭിക്കുന്നത് ഈ പഠിത്ത വീട്ടിൽ നിന്നാണ്, പഴയ സെമിനാരിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ തന്നെ ജ്യേഷ്ഠനായി വരുന്ന സ്ഥാനത്തുള്ള ജോസഫ് മാർ ദിവന്യാസോസ് രണ്ടാമൻ ഇവിടെ കപടങ്ങിയിരിക്കുന്ന സെമിനാരി സ്ഥാപകൻ കൊളുത്തിയ ആ തിരുവട്ടത്തിൽ നിന്ന് സ്വീകരിച്ച വിദ്യാവെളിച്ചത്തിൻ്റെ പ്രഭാവമാണ് ഒരു വശത്ത് പരുമല സെമിനാരിയെ പോലുള്ള ആധ്യാത്മിക പഠിത്ത വീടിൻ്റെ ഒരു പുനരാവിഷ്കാരവും,
അതുപോലെ തന്നെ സാംസ്കാരിക ചരിത്രത്തിൽ, വിദ്യാഭ്യാസ ചരിത്രത്തിൽ വിപ്ലവം കുറിച്ച ആ വിദ്യാമേഖലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളും സംഭാവന. ഈ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട്, ഈ സ്മരണ അഞ്ജലി അദ്ദേഹത്തിൻ്റെ പാതാരവൃന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ ഉപസംഹരിച്ചു.